ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് സ്കൂളുകളിലും മറ്റു സ്ഥലങ്ങളിലും റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രസംഗം അവതരിപ്പിക്കാനാണ്. ബഹുമാന്യ സദസ്സിന് നമസ്കാരം. ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതിനാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. ഭാരതത്തിലെ ഓരോ പൗരന്മാരുടെയും അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും ഈ ഭരണഘടനയിൽ അക്കമിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയെക്കുറിച്ചൊക്കെ വിശദമായി പറയാൻ നിന്നാൽ എൻ്റെ പ്രസംഗം ദിവസങ്ങളോളം നീണ്ടുപോകും. അതുകൊണ്ട് പരിമിത സമയത്തിനുള്ളിൽ നമുക്ക് ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് സംസാരിക്കാം. നാനത്വപൂർണമായ നമ്മുടെ രാജ്യത്ത് എല്ലാ വൈവിധ്യങ്ങളും ഈ ആമുഖത്തിൽ മഹാന്മാരായ നമ്മുടെ പൂർവ്വ നേതാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. നിരവധി ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷമാണ് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുകയായിരുന്നു. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നു തുടങ്ങുന്ന ആമുഖത്തിൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും തുല്യ നീതി, സ്വാതന്ത്ര്യം, സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നു. അതോടൊപ്പം സാഹോദര്യം എന്ന മഹത്തായ ആശയം പ്രദാനം ചെയ്യുന്നു എന്നതാണ് എൻ്റെ കുഞ്ഞു മനസ്സിന് ഏറ്റവും ഇഷ്ടമായത്. വിവിധ ഇനം ജാതി, മതം, ഭാഷ, ജനവിഭാഗങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് ഐക്യവും അഖണ്ഡതയും കൂട്ടിയോജിപ്പിച്ച ഉത്തരവാദിത്വ ഭരണഘടന നിർവഹിക്കുന്നു. ആ ഭരണഘടനയെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിനെയും രാഷ്ട്രപിതാവായ ബാപ്പുജിയെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. താങ്ക് യു.